വാട്സ്ആപ്പ് യൂട്യൂബ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഞാനൊരു എക്സ്പെക്റ്റേഷൻ റിവ്യൂ ചെയ്യുന്നത്. അതിന് വലിയൊരു കാരണമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ബൈക്ക് വരുന്നുണ്ട്. ഞാൻ വളരെ 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 എക്സൈറ്റഡ് ആണ് ആ ബൈക്ക് കാണാനും. അതായത് നമ്മുടെ ഹിമാലയൻ 750 വരുന്നു. പാരലൽ ട്വിനാണ്. കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. അപ്പം എന്താ പറയുക, ഒളിഞ്ഞു നോക്കി കിട്ടിയ കുറേ ഡീറ്റെയിൽസ് ഉണ്ട് ഇൻ്റർനെറ്റ് വഴി. അത് കുറച്ചൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെയും കൂടി അറിയിക്കാം. പിന്നെ അത് മാത്രമല്ല, ഒരു എക്സ്പെക്റ്റഡ് ലോഞ്ചൊക്കെ ഉണ്ട് എപ്പോഴായിരിക്കും എന്നുള്ളത്. മോസ്റ്റ് പ്രോബബ്ലി ഇത് കമ്മിങ് മോട്ടോവേഴ്സിനകത്ത് അവർ കൊണ്ടുവരും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ഒരു Jan-Feb ആകുമ്പോഴത്തേക്കും സംഭവം റോൾ ഔട്ട് ചെയ്ത് നമ്മൾ ഓടിക്കുന്ന രീതിയിലേക്കാവും. അതാണ് ഇപ്പോഴത്തെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് എക്സ്പെക്റ്റേഷൻ റിവ്യൂ ആണ്. ഇതിപ്പോൾ ഒരു ഹിമാലയൻ 450 ആണ്. ഇതിൻ്റെ ഹാൻഡിൽ ബാർ വളഞ്ഞതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് തികച്ചും സാങ്കല്പികം മാത്രമല്ല. കാരണം ഇതിൻ്റെ ഹാൻഡിൽ ബാർ വളഞ്ഞിട്ടുണ്ട്. ഓഫ് റോഡ് പോകുന്ന ബൈക്കാണ്, തീർച്ചയായിട്ടും വളയും. സോ പ്ലീസ് ഡോണ്ട് മൈൻഡ് ദാറ്റ്. നിങ്ങൾക്ക് OCD ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലിട്ട് കണ്ടാൽ മതി. അപ്പം ഡീറ്റെയിൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം വരാൻ പോകുന്ന ഹിമാലയൻ 750 എന്ന് പറയുന്നത് പാരലൽ ട്വിൻ എഞ്ചിനാണ്. വളരെ നല്ലൊരു കാര്യമാണത്. കാരണം ട്വിൻ സിലിണ്ടർ കീപ്പ് ചെയ്യുന്നുണ്ട്. സിംഗിൾ സിലിണ്ടറിലേക്കൊക്കെ പോകാത്ത തന്നെയാണ് നല്ലത്. പിന്നെ അത് മാത്രമല്ല, ഇത് കുറേ കാലമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 2 ദിവസം മുന്നേ ഇതിൻ്റെ ഒരു അഡാർ ഫോട്ടോസൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതായത് പ്രോപ്പർലി ടെസ്റ്റ് ചെയ്ത്, അതായത് അവർ ക്യാമഫ്ലാഷ് ചെയ്യാണ്ടാണ് കാണിക്കുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഞ്ച് ഇസ് നിയറിങ് സംഭവം കാണിച്ചു തുടങ്ങി. പിന്നെ വളരെയധികം ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പറയുന്നത് ഇതിന് കുറച്ച് കാലം മുന്നേ, ഒരാഴ്ച മുന്നേയൊക്കെ പറഞ്ഞത്, അയ്യോ നിങ്ങൾ ഞങ്ങളറിയാതെ പുറകെ കൂടെ വന്ന് ഫോട്ടോ എടുത്തു, കുളിമുറിയിൽ വെച്ച് ഫോട്ടോ എടുത്തു എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അത് കഴിഞ്ഞ് ഇന്നലെ അവർ തന്നെ ഫോട്ടോസ് ലീക്ക് ചെയ്തിട്ടുണ്ട് വിത്തൗട്ട് എനി ക്യാമഫ്ലാഷ്. അത് മാത്രമല്ല 750 ഹിം ഇയും കൂടെ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഹിം എന്താണെന്ന് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം. അപ്പം ഒരു 55 bhp ആണ് അപ്രോക്സിമേറ്റ് ആയിട്ട് അതിൻ്റെ പവർ കാണുന്നത്. എക്സാക്ട് ടോർക്കും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പക്ഷേ സ്പീഡ് എന്ന് പറയുന്നത് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 170 to 180 ആണ് ഒരു ഈസി സ്പീഡ് എന്ന് പറയുന്നത്. കാരണം ഇപ്പോഴത്തെ 650 വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ വരുന്നത്. പിന്നെ വേറെ കുറച്ച് ഡീറ്റെയിൽസ് കണ്ടെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് പക്ക ഓഫ് റോഡിങ് മോട്ടോർ സൈക്കിളായിട്ട് തോന്നുന്നില്ല. കാരണം അതിൻ്റെ വീൽസ് നോക്കിയാൽ മനസ്സിലാവും. ഫ്രണ്ട് വീൽ എന്ന് പറയുന്നത് 19 ഇഞ്ചാണ്, റെയർ വീൽ എന്ന് പറയുന്നത് 17 ഇഞ്ചാണ്. ഇപ്പോഴത്തെ ഹിമാലയനൊക്കെ 2119 ആണ് വരുന്നത്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് അത് ഒരു പക്ക ഓഫ് റോഡ് ഫണ്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ബൈക്കായിട്ട് തോന്നില്ല. പകരം അത് ഡുവൽ പർപ്പസ് ആണ്, അല്ലെങ്കിൽ അഡ്വഞ്ചർ ഓറിയൻറ്റഡ് ആണ്. ഈ പറഞ്ഞ പോലെ എല്ലാ ഹൈ റേഞ്ച് പാസസിൽ ഓടിക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ആ വണ്ടി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ പക്ക ട്രെയിൽ റൈഡിംഗ് ആയിട്ട് തോന്നുന്നില്ല ഇപ്പോഴത്തെ ഒരു സെറ്റിങ്സ് വെച്ചിട്ട്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് 21 ഇഞ്ച് വീലായിരുന്നു. പിന്നെ USD ഫോക്സ് വരുന്നുണ്ട്. പിന്നെ അതിന് ഡ്രൈവിംഗ് മോഡ്സ് വരുന്നുണ്ട്. അത് മാത്രമല്ല അതിനൊരു ഫുൾ TFT ഡിസ്പ്ലേ വരുന്നുണ്ട്. അപ്പം അതിൽ നിന്നും കുറച്ചറിയാൻ പറ്റിയ എഗെയിൻ കുറച്ച് ഇൻസൈഡ് ഇൻഫർമേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈഡിംഗ് മോഡ്സ് വരും, ട്രാക്ഷൻ കൺട്രോൾ വരും. ആൻഡ് ഒബ്വിയസ്ലി ഇത് ഡുവൽ ചാനൽ ABS ആയിട്ടാണ് വരുന്നത്. പിന്നെ ഹെഡ്ലൈറ്റ് ഒരു പുതിയ ഡിസൈൻ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. കാണാൻ നല്ലൊരു രസമൊക്കെ ഉണ്ട്. സീറ്റും ആ ഒരു വണ്ടിയുടെ ഒരു ഒഴുക്കും എല്ലാം തന്നെ ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്ക് പോലെ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യമാണ്, നമ്മൾ സൂപ്പർ ബൈക്സിലൊക്കെ കാണുന്ന പോലത്തെ ഫ്രണ്ടിൽ ട്വിൻ ഡിസ്ക്കാണ് വരുന്നത്. അപ്പോൾ ബ്രേക്കിംഗ് നല്ലതാവാനുള്ള വളരെ നല്ല സാധ്യതയുണ്ട്. സാധ്യതയല്ല, ബ്രേക്കിംഗ് നന്നാവാൻ തന്നെയാണ് പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, ക്രൂസ് കൺട്രോളും വരുന്നുണ്ട് പുതിയ വണ്ടിയിൽ, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ഈ വർഷം അവസാനം മോട്ടോവേഴ്സിനകത്തായിരിക്കും ഇത് ആദ്യമായിട്ട് പ്രൊഡക്ഷൻ വേരിയൻ്റ് ആയിട്ട് കാണിക്കാൻ പോകുന്നത്. അതിനുശേഷം ഇത് റോൾ ഔട്ട് ചെയ്യും നെക്സ്റ്റ് ഇയറിൽ. അപ്പം അത്രയാണ് ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ്, ഹിമാലയൻ 750നെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്. കൂടുതലും ഇത് ഏത് സെഗ്മെൻറ്റിലേക്ക് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കറൻ്റ്ലി ഇരിക്കുന്ന നമ്മുടെ NX 500 ഇരിക്കുന്ന ആ ഒരു സെഗ്മെൻറ്റ് ഉണ്ടല്ലോ, അപ്പം അല്ലെങ്കിൽ NX 500 അല്ലെങ്കിൽ വേഴ്സസ് 650 നമുക്ക് പറയാം. അങ്ങനത്തെ ഒരു സെഗ്മെൻറ്റ് ബൈക്സിന് ഉള്ള നല്ലൊരു പണിയാവാനുള്ളൊരു സാധ്യതയായിട്ടാണ് ഞാൻ കാണുന്നത്. പ്രൈസിങ്ങും വളരെ കോമ്പറ്റേറ്റീവ് ആവും. കാരണം ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് നമ്മുടെ 650s നോക്കുക, അതായത് എനിക്ക് തോന്നുന്നത് മീറ്റിയോറും സൂപ്പർ മീറ്റിയോറും പിന്നെ ഷോർട്ട് ഗണ്ണൊക്കെ ഒരു എന്താ പറയുക ഒരു 4 lakh റേഞ്ചിലൊക്കെയാണ് എക്സ്ഷോറൂം പ്രൈസ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതിനേക്കാൾ ഒരു 1 lakh എബവ് ആയിട്ടായിരിക്കും ഈ ഒരു വണ്ടി വരുന്നുണ്ടാവുക. പിന്നെ ഫസ്റ്റ് വേർഷൻ എടുക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒബ്വിയസ്ലി റോയൽ എൻഫീൽഡാണ്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പം അത് മുൻകൂട്ടി കണ്ട് കുഴപ്പമില്ല, എടുക്കുന്നതിൽ കുഴപ്പമില്ല എന്നാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അതർവൈസ് ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യെസ് ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുക. കാരണം ഇപ്പം റോയൽ എൻഫീൽഡ് ഒരു പുതിയ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അതിനകത്ത് കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവാറുണ്ട്. എത്ര ഹിമാലയത്തിലും എന്താ പറയുക കണ്ണടി കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പോലും അതിനകത്ത് ഇഷ്യൂസൊക്കെ വരും. പിന്നെ ഒരു സർപ്രൈസിങ് ഫാക്ടറായിട്ട് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടിയുടെ ഡിസൈൻ എന്ന് പറയുന്നത് ഹുസ്ക്വർണയുടെ ഡിസൈനുമായിട്ട് ചെറിയൊരു സാമ്യത തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡിസൈനിങ്ങിൽ ഒരു ചെറിയൊരു യൂറോപ്യൻ ടച്ച് ഇല്ലാതില്ല. അപ്പം എഗെയിൻ ഇതും പുറത്തുനിന്ന് ഡിസൈൻ ചെയ്ത ഒരു ഡിസൈൻ ടീമിൻ്റെ ഔട്ട്പുട്ടായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. അപ്പം ഇൻ എ ഗുഡ് വേ, അതായത് അവിടുത്തെ എഞ്ചിനീയറിംഗ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കുറച്ചുകൂടെ അടിപൊളിയാണ്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് യെസ് ഒബ്വിയസ്ലി ഇതൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെ ആയിരിക്കും. ആദ്യത്തെ കുറച്ച് ഇഷ്യൂസേ വരാനുള്ള സാധ്യത കാണുന്നുള്ളൂ. ഇതിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ്, നമ്മുടെ ക്ലാസിക് 650.
അപ്പം അത്രയാണ് റോയൽ എൻഫീൽഡ് ഹിമാലയൻ 750 ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. സീറ്റ് ഹൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും 820 to 830 ലെവലായിരിക്കുന്നതൊക്കെയാണ് പറയുന്നത്. പിന്നെ വേറെ കാണിച്ച ഒരു വണ്ടിയാണ് ഹിം ഇ എന്ന് പറയുന്നൊരു വണ്ടി. അതിനെക്കുറിച്ച് കൂടുതൽ ഒരു ഡീറ്റെയിൽസ് ഇല്ല. അതാണ് ഹിമാലയൻ്റെ, അതായത് റോയൽ എൻഫീൽഡിൻ്റെ തന്നെ ആദ്യത്തെ ഇലക്ട്രിക് ബൈക്ക് എന്ന് പറയുന്നത്. അത് ഹിമാലയനിൽ ചെയ്തത് വളരെ നന്നായി, കാരണം കൂടുതൽ ആൾക്കാർ വാങ്ങാൻ സാധ്യതയുള്ളൊരു ബൈക്കാണ്. പിന്നെ അതിനെ ഹിം ഇ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പം ഇറങ്ങാനുള്ള സാധ്യത കുറച്ച് കുറവാണ്. അതായത് ഈവൻ ദോ അതും പ്രൊഡക്ഷൻ വേരിയൻ്റ് ടെസ്റ്റിങ്ങിൽ കാണുന്നുണ്ടെങ്കിലും മോട്ടോവേഴ്സിൽ അതായത് കമ്മിങ് മോട്ടോവേഴ്സിൽ അത് കാണിക്കാനുള്ള ഒരു സാധ്യത 50-50 ആയിട്ടാണ് തോന്നുന്നത്. കാരണം അതിൻ്റെ ടെസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അവരത് ഈ വർഷം ഇറങ്ങും. കാരണം അത് ഇലക്ട്രിക് ബൈക്കാണ്. ഇലക്ട്രിക് ബൈക്കും അതുപോലെ ഒരു അഡ്വഞ്ചർ പാക്കേജിൽ വരുന്ന സമയത്ത് അതിൻ്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ടോപ്പ് നോച്ച് ആയിട്ടിരിക്കണം. പിന്നെ അതിൻ്റെ പേറ്റൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി റോയൽ എൻഫീൽഡ് ഫയൽ ചെയ്തതായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ റീസെൻറ്റ് പേറ്റൻസ് നോക്കുന്ന സമയത്ത് അത്യാവശ്യം അപ്ഡേറ്റ്സ് ഒന്നും കാണുന്നില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം അവസാനത്തെ സമയങ്ങളിലാണ് അവർ കുറേ ഹോമോലിഗേഷൻ കാര്യങ്ങളൊക്കെ നോക്കാറ്. അങ്ങനെ നോക്കുന്നൊരു സമയത്ത് ഹിമ്മിനെ കുറിച്ച് അധികം ഡീറ്റെയിൽസ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് 750 എന്തായാലും വരും, പക്ഷേ ഹിം ഈ ഇപ്പോൾ ഇറങ്ങുമോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ കാണിക്കുമായിരിക്കും, മിക്കവാറും മോട്ടോവേഴ്സിനകത്ത് കാണിക്കുമായിരിക്കും. ബട്ട് 2026 ജാനുവരിയിൽ ഇറങ്ങുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ചെറിയൊരു സംശയമുണ്ട്. പക്ഷേ സംഭവം എന്തായാലും വരാൻ പോവാണ്. അങ്ങനെ വൈബ്രേഷൻ ഇല്ലാത്തൊരു റോയൽ എൻഫീൽഡ്, അതായിരുന്നു ഗാന്ധിജി കണ്ട സ്വപ്നം. അങ്ങനെ ഒരു ബൈക്ക് ഇറങ്ങാൻ പോവാണ്. അറിഞ്ഞുകൂടാ, എനിക്ക് എൻ്റെ സ്വപ്നങ്ങളിൽ പോലും ചിന്തിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു ശബ്ദമില്ലാത്ത, ഒരു വികാരമില്ലാത്തൊരു റോയൽ എൻഫീൽഡ്. ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ട്രൂ. ഈ റോയൽ എൻഫീൽഡ് കമ്പനിയോട് ഒരു ചെറിയ ബഹുമാനമൊക്കെ തോന്നി തുടങ്ങി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഈ പറഞ്ഞ പോലെ വികാരം മാത്രമായിട്ട് നോക്കി ഇരുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അവർ. അത് കഴിഞ്ഞ് ഇവരപ്പോൾ കുറച്ചുകൂടെ സെൻസിബിൾ ആയിട്ടാണ് ഇവർ 2010 ശേഷമുള്ള അവരുടെ എല്ലാ ഡിസൈൻസും മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ അതിൽ അവർ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയുണ്ട്. അവർ പ്രോഡക്റ്റ് ഇറക്കുന്നു, അതിനകത്ത് പ്രശ്നങ്ങൾ വരുന്നു, അടി കിട്ടുന്നു, വീണ്ടും അത് ഫിക്സ് ചെയ്യുന്നു, നന്നാക്കുന്നു, വീണ്ടും പണി കിട്ടുന്നു, അടി കിട്ടുന്നു, ഫിക്സ് ചെയ്യുന്നു. ഓൾ ടുഗദർ ദേ ആർ ട്രൈങ് എ ലോട്ട്. പുതിയ കാര്യങ്ങൾ കുറേ ചെയ്ത് അവർ പുതിയ പ്രോഡക്ട്സ് കുറേ കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. കുറേ കോപ്പി പേസ്റ്റ് പോലത്തെ സംഭവങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിലും, ഈവൻ കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാലും എഞ്ചിനീയറിംഗ് ആണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനകത്ത്. ബട്ട് സ്റ്റിൽ പറയുന്നത് അതുപോലെ എന്താ പറയുക, പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലും ഇടത്തരം കുപ്പിയിലും വലിയ കുപ്പിയിലും ചെറിയ കുപ്പിയിലൊക്കെ ആയിട്ട് ഇറക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ദേ സ്റ്റിൽ ട്രൈ ടു ഡു സം ഇന്നോവേഷൻ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ നമ്മൾ ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു എൻഡാണ് റോയൽ എൻഫീൽഡ് കമ്മിങ് വിത്ത് എൻ ഇലക്ട്രിക്. വികാരമില്ലാത്ത ഒരു റോയൽ എൻഫീൽഡ്, അതാ ഞാൻ പറയാം, എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ, ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ തരാൻ വേണ്ടിയിട്ട്. സോ ബ്രേസ് യുവർ സെൽഫ് ഫോർ ദ റോയൽ എൻഫീൽഡ് മോട്ടോർ സൈക്കിൾസ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും നമ്മുടെ ക്ലാസിക് 650 റിവ്യൂ വരുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ചെറിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. വേറൊരു വീഡിയോയിൽ കാണാം. ബൈ.